എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രകാശം മീഡിയയ്ക്കുള്ളൊരു മറുപടിയാണ്. ഇയാൾക്കുള്ള സത്യത്തിൽ ഒരു മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാൽ പോലും ശരിക്കും ഇദ്ദേഹം ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വന്ന് കാണണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീഡിയോ കയറി കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ചെറിയ ഒരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോഴും പണ്ട് കാലത്തെ ആളുകളുടെ ഒരു മൈൻഡിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നത്. ആയിരിക്കാം, ഞാൻ കുറച്ച് പണ്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് മാറ്റാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മൈൻഡ് മാറിയിട്ടുള്ളതിൽ വളരെ സന്തോഷം. പിന്നീട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛൻ മരിക്കുകയാണെങ്കിൽ അമ്മയെ വേറെ വിവാഹം കഴിച്ച് വിടുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അത് കണക്ക് അമ്മ മരിക്കുകയാണെങ്കിൽ അച്ഛനെയും വിവാഹം കഴിച്ച് വിടുന്നതിൽ ഒരു കുഴപ്പമില്ല. മക്കളാരും അച്ഛനമ്മമാരെ നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ എത്ര വയസ്സായി കഴിഞ്ഞാലും അവരെ വിവാഹം കഴിച്ച് വിടണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതാണ് പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ. ആയിക്കോട്ടെ, അങ്ങനെ താല്പര്യമുള്ളവർ കെട്ടിച്ച് വിടട്ടെ. ഇവിടെ എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഇദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ മറ്റൊന്നിനും വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിനെ കാണുന്നത് വെച്ചിട്ട് എങ്ങനെയാണെങ്കിലും ഒരു 50 വയസ്സിന് മുകളിലോട്ട് പ്രായം കാണുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയും ഇപ്പോൾ രണ്ടുപേരും ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി രണ്ടുപേരും മരണപ്പെട്ടു പോയോ എന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനി അഥവാ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ആളിനെ വിവാഹം കഴിച്ച് അയച്ചോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ ആ ഒരു ഡൗട്ടിന് അദ്ദേഹം മറുപടി തരണമെന്നൊന്നുമില്ല. ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അദ്ദേഹം അതൊന്ന് കേട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിത് പറയുന്നതാണ്. അപ്പോൾ അമ്മയും അച്ഛനും ജീവനോടെ തന്നെ ഉണ്ടോ, അതേ ഇനി ഒരാൾ നഷ്ടപ്പെട്ടപ്പോൾ മറ്റേ ആളെ നിങ്ങൾ കെട്ടിച്ച് വിട്ടോ? അപ്പോൾ അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഭയങ്കര ആഘോഷമായിട്ട് വിവാഹം നടത്തിയതിനെയൊക്കെ ഭയങ്കര ക്രെഡിറ്റായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ വിവാഹം നടത്തി വിടുമ്പോൾ അവിടെ ഈ പറയുന്ന പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് എന്ന് പറയുന്ന, അതായത് ഇവരുടെ കുട്ടികളുടെ അച്ഛനെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ ഒരു വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ മുഖവും കൂടി ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. വിവാഹം കഴിച്ച് വിടുന്നതിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ച കോപ്രായങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന നിങ്ങളെപ്പോലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിടുന്ന വീഡിയോ താല്പര്യമുള്ളവർ കാണുക, ഇല്ലാത്തവർ കാണാതിരിക്കുക. പിന്നീട് മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഒരു സുഹൃത്തായ ഉത്തര ഉണ്ണി എന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് ആയ ഒരു ഉത്തര ഉണ്ണിക്ക് ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇട്ടത്. അപ്പോൾ അവിടെ എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ സുഹൃത്തായത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ശരിക്കും ഞാൻ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വന്നിട്ട് എല്ലാവരും ഇടുന്നത് പോലെ തന്നെ ഹായ് സുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻ്റ് ഇടും. അതിൻ്റെ റീപ്ലൈ ഞാൻ തരാറുമുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് സൗഹൃദമാണ് ഉള്ളത് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് ലൈവ് ഇടുമ്പോഴായാലും ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴായാലും അതിൻ്റെ അടിയിൽ എല്ലാവരും വന്നിട്ട് നമ്മുടെ ചാനൽ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട്. ആ ഒരു കമൻറ്റിന് നമ്മൾ മറുപടിയും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്കൊരു സൗഹൃദം എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ സുഹൃത്തായ ഉത്തര ഉണ്ണി എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് സൗഹൃദം ഉണ്ടായത് എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം പറയാറുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ ചാനലിൽ വരുന്ന എല്ലാവരും എൻ്റെ സഹോദരങ്ങളായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെ തന്നെയാണ് കാണാറുള്ളതും. പിന്നെ എന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തരുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ വീഡിയോയിൽ തന്നെ പറയാറുള്ളതാണ്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആരെയും അനാവശ്യം പറഞ്ഞ് ചെയ്യാറില്ല. പക്ഷേ കമൻറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ അതിനപ്പുറം ഞാൻ കൊടുക്കാറുമുണ്ട്, കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സൗഹൃദത്തിൻ്റെ കാര്യവും കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനായിട്ടില്ല. എന്തായാലും ഒരുപാട് മാനസിക വളർച്ച ഉണ്ടായ ആളാണ് ഈ പറയുന്ന നമ്മുടെ പ്രകാശം മീഡിയ. അപ്പോൾ എന്തായാലും പ്രകാശം മീഡിയയ്ക്കൊപ്പം വളരാനായിട്ട് ഈ ലോകത്തിലുള്ള എല്ലാവരെയും നിർബന്ധിക്കുന്നത് ശരിയല്ല. അപ്പോൾ നിങ്ങളുടെ വഴിയെ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത്രയും ന്യൂജനായിട്ട് ചിന്തിക്കാൻ എല്ലാവർക്കൊണ്ടും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരനോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും നിങ്ങളെപ്പോലെ അത്രയും ന്യൂജനായിട്ടില്ല ഇതുവരെയും.
ഒരുപാട് ആളുകളും നേരെ ആ ഒരു പഴയ 80-85 കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വരുന്ന മറ്റുള്ള കമൻറ്റുകളും കൂടി നിങ്ങളൊന്ന് നോക്കുക. അത്രേ പറയാനുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.